viewers, welcome back to my channel. So in the jewelry video on a first one I purchased a drop necklace. Accessories London or brand drop necklace. This is coin and beaded drop necklace. Mainly the color is pink and white. And the material is alloy. Material is allergy free alloy material. That's why protective coating പക്ഷേ ഇതൊരു വാട്ടർപ്രൂഫ് നെക്ലേസ് അല്ല. മെയിൻലി നമ്മൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ബീഡ്സ് ഉണ്ട്, അതുപോലെ പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, അത് കൂടാതെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോയിൻ പോലത്തെ ബീഡ്സും ഉണ്ട്. ഈ 49 റുപ്പീസിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. നമുക്ക് കാഷ്വലായിട്ടൊക്കെ വേറെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടൊന്നും കഴുകാൻ പാടില്ല. ഒന്നെങ്കിൽ ജ്വല്ലറി ക്ലീനിങ് സൊല്യൂഷനിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇത് നമ്മൾ ക്ലീൻ ആക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുമ്പം ലോബ്സ്റ്റർ ക്ലോഷറാണ് വരുന്നത്. അതുകൂടാതെ ആക്സസറീസ് ലണ്ടൻ്റെ ലോഗോ കൂടി ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വേണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ടുള്ള ചോക്കർ നെക്ലേസ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇയറിങ്സും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 625 റുപ്പീസാണ്. ഞാനത് അജിയോ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് സിമ്പിളായിട്ട് കുറച്ചൊരു ട്രഡീഷണൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നെക്ലേസ് ആണിത്. ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ത്രെഡാണ് ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നമുക്ക് ഈസിലി നമ്മുടെ നെക്കിൻ്റെ സൈസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോസറായിട്ട് നോക്കുവാണെങ്കിൽ ഇതിനൊരു സിൽവർ കോട്ടിംഗ് ആണ് വരുന്നത്, പിന്നെ ബ്ലാക്ക് കളറും. നമുക്ക് ഏത് ഡ്രസ് മെയിൻലി പ്ലെയിൻ കളറായ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്കർ നെക്ലേസ് ആണിത്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം വൈറ്റിൻ്റെ കൂടെ ആണെങ്കിലും ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും ഏത് കളറാണെങ്കിലും മെയിൻലി ഒരു പ്ലെയിൻ കളറിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ ചില നെക്ലേസ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള നെക്ലേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഇടുന്ന സമയത്തൊരു ബ്ലാക്കിഷ് ആയിട്ടുള്ള പെയിൻറ്റ് പോലെയൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു നെക്ലേസിന് അങ്ങനെ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിൻ്റെ ത്രെഡ് ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നെക്കിന് ഇറിറ്റേഷൻസോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു റേറ്റിന് ഈ ഒരു നെക്ലേസ് വർത്തി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കറയോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു അജിയോ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ യെല്ലോ ചൈൻസ് ആണ് ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം വരുന്നത്. അപ്പം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡഡ് ഡാംഗ്ലർ ഇയറിങ്സ് ആണിത്. നമുക്ക് ഒന്നെങ്കിൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ലുക്കിനൊക്കെ ആണെങ്കിൽ ഗ്രാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മിനിമൽ നെക്ലേസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 306 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കളർ ബീഡ്സ് ഉണ്ട്. മെയിൻലി ഓറഞ്ചും ഡാർക്ക് ബ്ലൂവും പിന്നെ ലൈറ്റ് ബ്ലൂവും റെഡൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ബീഡ്സിൻ്റെ കളർ വരുന്നത്. അപ്പം മെറ്റലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.